ഹലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അസ്കറും അതേപോലെ നമ്മളെ ജലീൽ ഭായി ഒക്കെ നമ്മളെ അങ്ങാടിയിലേക്ക് ഇറങ്ങിയപ്പോൾ കുറെ ആളുകൾ ഓലെ ഇങ്ങനെ വട്ടുണ്ടായി കണ്ടു. നമ്മളിപ്പോഴത്തെ ഇലക്ഷൻ വോട്ട് ലിസ്റ്റിൽ പേരില്ലാത്തതും അത് ചേർത്തലും അതുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയം. ആ, പേടിയാണ്, ആശങ്കയിലാണ് ആളുകൾ. വേറെ ആളുകൾ ചോദിക്കേണ്ടത് എന്താ ചെയ്യേണ്ടത്, ഞാൻ പാകിസ്ഥാനിലേക്ക് പോകേണ്ടി എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ഏതായാലും നമ്മളെ ബി എൽ ഒമാരും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നമ്മളവിടെ ഉള്ള എല്ലാ ബി എൽ ഒമാരെ കുറിച്ച് അവർ പറയുന്ന കാര്യം തന്നെയാണ്. ഒരു പേടി നിങ്ങൾ പേടിക്കേണ്ട, അസ്കറാണെങ്കിലും ജലീൽ ഭായി ആണെങ്കിലും എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. എന്ത് ഡൗട്ടിന് അവരൊക്കെ നമ്മളെക്കാളും ഉത്തരവാദിത്വം കൊടുക്കുന്നുണ്ടാവും. കാരണം ഒരു പൊതുപ്രവർത്തകരാണ്, മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും ആശങ്കപ്പെടേണ്ട, ഈ കാര്യത്തിൽ നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട. എല്ലാ കാര്യം കൃത്യമായിട്ട് അവരെന്നെ പറഞ്ഞു നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ അവരെന്നെ പൂരിപ്പിച്ചു തരും. പോരായ്മകൾ അവരെന്നെ എന്നെ അടിയിൽ സൈൻ ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിന്റെ എല്ലാ കാര്യങ്ങളും അവർ ക്ലിയർ ചെയ്യും. അവരെന്നെ നേരിട്ട് പറയേണ്ട കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കേൾക്കാം. ഓക്കെ, ഇത് കറക്റ്റ് ഉള്ള ഇത് ഇപ്പൊ ഉള്ള വിവരമാണ് ഇവിടെ ഇതിന്റെ കുറെ ആൾക്കാർക്ക് ഒരു ആശങ്ക ഉണ്ട് ഈ ഒരു ഫോമായിട്ട് ബന്ധപ്പെട്ട്. അത് നിങ്ങളൊന്ന് ക്ലിയർ ചെയ്തൊന്ന്. ഞാൻ 171 BL ആണ് ജലീല്. നമ്മൾ ഈ SIR ബന്ധപ്പെട്ട് പൊതുവെ എല്ലാവർക്കും ആശങ്കയുണ്ട്. ആരും അങ്ങനെ ആശങ്കപ്പെടുക ഭയപ്പെടുക വേണ്ട. കാരണം ചെറിയൊരു ജാഗ്രത, നമ്മൾ BLO ഫോം വീട്ടിലെത്തിയെന്നുള്ള ഉറപ്പുവരുത്തുക. ഞങ്ങൾ BLOമാർ 170 KV അഷ്കറാണ്, 171 ഞാനുമാണ്. 2 BLOമാരും നമ്മുടെ ഈ ഏരിയയിലെ മുഴുവൻ വീടും കവർ ചെയ്ത് എല്ലാ വോട്ടർമാർക്കും ഞങ്ങൾ ഈ SIRന്റെ ഫോം കൊടുക്കും. SIRന്റെ ഫോം പൂരിപ്പിക്കുന്നതുമായിട്ടും നിങ്ങൾക്കൊരു ആശങ്കയും വേണ്ട. വളരെ ലളിതമായി എല്ലാവർക്കും പൂരിപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇലക്ഷൻ കമ്മീഷന് ഫോം നിർമ്മിച്ചിട്ടുള്ളത്. നമ്മൾ ഈ ഫോമിന്റെ 4 കോളങ്ങളായിട്ടാണ് ഫോം വരുന്നത്. ആദ്യ കോളത്തിൽ നമ്മൾ എന്യൂമറേഷൻ ഫോമിൽ നമ്മളൊരു വോട്ടറുടെ ഡീറ്റെയിൽസും അയാളുടെ ഫോട്ടോ ആണ് വരുന്നത്. രണ്ടാമത്തെ കോളാണ് നമുക്ക് പൂരിപ്പിക്കേണ്ടത്. രണ്ടാമത്തെ കോളം അപ്ഡേറ്റ് ഉള്ള കാര്യങ്ങളാണ് എഴുതേണ്ടത്. അത് ഇപ്പോഴത്തെ ഈ ഒരു വോട്ടർ ജനനത്തീയതിയും ആധാർ നമ്പറും മൊബൈൽ നമ്പറും രക്ഷിതാവിന്റെ പേര്, മാതാവിന്റെയും പിതാവിന്റെയും പങ്കാളിയുടെയും പേര് മാത്രം എഴുതിയാൽ മതി. അത് എല്ലാവർക്കും അറിയുന്നതാണ്, കാര്യങ്ങളൊന്നുമില്ല. മൂന്നാമത്തെ കോളാണ് ചെറിയൊരു സംശയം വരുന്ന കോളം. ആ സംശയം വരുന്ന കോളം ഞങ്ങൾ BLOമാർ തന്നെ ആ സംശയം ദൂരീകരിച്ച് കൊടുത്ത് ഞങ്ങളെ BLOമാരുടെ സഹായത്തോടു കൂടി തന്നെ ഫില്ല് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ നമ്മൾ പറയുന്നത് അവസാന SIRന്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടർ വിശദാംശങ്ങളാണ്. അവസാന SIR എന്ന് പറഞ്ഞാൽ 2002 പട്ടികയാണ് അടിസ്ഥാന പട്ടികയായിട്ട് ഉൾപ്പെട്ടിട്ടുള്ളത്. അടിസ്ഥാന പട്ടികയിൽ ഇപ്പൊ എന്റെ കയ്യിലുള്ള ഫോം മുഹമ്മദ് കുട്ടി എന്നുള്ള ഫോമാണ്. ഇദ്ദേഹം 2002 പട്ടികയിൽ ഉൾപ്പെട്ട ആളാണെങ്കിൽ ആ ഡീറ്റെയിൽസ് ആണ് ഈ മൂന്നാമത്തെ കോളത്തിൽ എഴുതേണ്ടത്. അതില്ലെങ്കിൽ ഈ മുഹമ്മദ് കുട്ടി എന്ന് പറഞ്ഞ ആളുമായി ബന്ധപ്പെട്ട അയാളുടെ പിതാവോ മാതാവോ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ വല്യമ്മ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ആ രീതിയിലേക്കും ഈ ഫോം ഫില്ല് ചെയ്യാൻ പറ്റും. ഇത് യാതൊരു കാരണവശാലും ആരും ഭയപ്പെടേണ്ട. കാരണം ഞാനും അഷ്കറും 2 BLOമാരും ഫീൽഡിലുണ്ട്. ഞങ്ങൾ എല്ലാ വീടുകളും നമ്മളെ പരിധിയിൽപ്പെടുന്ന 170, 71 ബൂത്തിലെ എല്ലാ വീടുകളും ഞങ്ങൾ കവർ ചെയ്യുന്നതാണ്. ഞങ്ങളുടെ സഹായത്തോടു കൂടി തന്നെ ഇത് പൂരിപ്പിച്ച് രേഖകൾ സബ്മിറ്റ് ചെയ്യുന്ന സമയം കറക്റ്റായിട്ട് ഹിയറിംഗ് ഉണ്ടാവും. നവംബർ 4 തൊട്ട് ഡിസംബർ 4 വരെയാണ് സമയം. പക്ഷെ അതിന്റെ മുന്നോടിയായി തന്നെ ഞങ്ങൾക്ക് ഇന്നലത്തോട് കൂടിയിട്ടാണ് വില്ലേജ് ഓഫീസിൽ നിന്ന് ഞങ്ങൾ മുഴുവൻ ഫോമുകളും ലഭ്യമായിട്ടുള്ളത്. ആദ്യം ഞങ്ങൾക്ക് പകുതി ഫോമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്നലത്തോട് കൂടി മുഴുവൻ ഫോമും കിട്ടി. അപ്പൊ ഞങ്ങൾ ആദ്യം കിട്ടിയ ഫോമുകൾ ഏകദേശം കൊടുത്തു തീർത്തിട്ടുണ്ട്. ബാക്കി ഇന്നലെ കിട്ടിയ ഫോമുകളുമായിട്ടാണ് ഇന്നിപ്പോ ഞങ്ങൾ ഫീൽഡിലുള്ളത്. ഏകദേശം ഒരു 4 ദിവസം 5 ദിവസം കൊണ്ട് ഞങ്ങൾ ഏകദേശം 90% വീടുകളും ഞങ്ങൾ കവർ ചെയ്യും. ഒറ്റപ്പെട്ട വീടുകൾ മാത്രമേ ചെറിയൊരു കവർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. ഒരു പേടിയും ആർക്കും വേണ്ട. കാരണം അഷ്കറായാലും ഞാനായാലും ഈ നാട്ടിലുള്ള ആൾ എന്നുള്ളതൊക്കെ എല്ലാ വീടുകളും ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അറിയുന്ന ചുറ്റുപാടുകളാണ്. എല്ലാ വീടുകളും ഞങ്ങൾ എത്തും. പിന്നെ ഒരു വോട്ടർക്ക്, സംശയമുള്ള വോട്ടർക്ക് ഞങ്ങളുടെ നമ്പർ ഇതിന്റെ മുകളിലുണ്ട്. ഞങ്ങൾ നിന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞങ്ങൾ BLOമാരുടെ നേതൃത്വത്തിൽ തന്നെ ഞങ്ങൾ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. ഞാൻ 170 സിറയില് മുക്കൂട് ഏരിയയിലെ BLO ആണ്. എൻ്റെ പേര് അസ്കർ എന്നാണ്. പിന്നെ പല ആളുകളും വളരെയധികം ആശങ്കയിലാണ് എന്താണ് ഫോം എത്താത്തത് എന്നുള്ളതൊക്കെ. ഞങ്ങളിത് ഫോം വിതരണത്തിലാണ് ഇപ്പോൾ കണ്ടറിയാം. ആരും ഇതുമായി ഭയപ്പെടേണ്ട, ആശങ്കപ്പെടേണ്ട. നിങ്ങളുടെ ഫോം നിങ്ങളുടെ വീട്ടുകളിൽ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ഞങ്ങൾ അവിടെ എത്തിക്കും. ആ കാര്യത്തിൽ ആരും ബേജാറാകണ്ട. ഞങ്ങൾ അർപ്പിച്ച ഈ ഡ്യൂട്ടി വളരെ മനോഹരമായി ഞങ്ങൾ ചെയ്യും. നിങ്ങളുടെ ഫോമുകളൊക്കെ വീടുകളിൽ എത്തിക്കും. അതിന്റെ വിതരണത്തിലാണ് ഞങ്ങളെല്ലാ BLOമാരും. ഇതുമായി ബന്ധപ്പെട്ട് പല അഭ്യൂഹങ്ങളും ഉണ്ട്. എല്ലാവരും ഭയത്തിലാണ്. അത്തരം ഭയപ്പെടേണ്ട ഒരു ആവശ്യമില്ല. BLOമാര് തരുന്ന ഈ ഫോം നിങ്ങൾ പൂരിപ്പിക്കാൻ കഴിയുന്ന ആളുകൾ, സ്വന്തമായി പൂരിപ്പിക്കാൻ കഴിയുന്ന ആളുകൾ പൂരിപ്പിക്കുക. അല്ലാത്തതുണ്ടെങ്കിൽ ഞങ്ങളെ നമ്പറും കാര്യങ്ങളൊക്കെ ആ ഫോമിലുണ്ട്.
ആ ഫോമിൽ നിങ്ങൾ വിളിച്ച് സംശയങ്ങൾ ചോദിച്ചാൽ അത് കറക്റ്റ് ചെയ്തു തരും. അതുപോലെ തന്നെ ഇവിടെ ഉള്ള ഒട്ടേറെ ഈ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകര് സന്നദ്ധ സംഘടന ആളുകളുമായൊക്കെ ബന്ധപ്പെട്ടാൽ അതിന്റെ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും. അപ്പൊ എന്ത് ആവശ്യത്തിനും ഞങ്ങളെ നമ്പർ ഇതാ ഈ ഫോമിന്റെ മുകളിലുണ്ടാവും. ഏതാണ് BLO, നിങ്ങളെ BLO ആരാണോ അവരുടെ നമ്പർ അതിന്റെ മൊബൈലിലുണ്ടാവും. എന്താവശ്യത്തിനും വിളിക്കാം. പിന്നെ അവസാനമായി പറയാനുള്ളത്, ആരും ഭയപ്പെടേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങളുടെ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ ഈ ഫോം വിതരണം ചെയ്യും. അത് പൂരിപ്പിച്ച് തിരിച്ച് ഞങ്ങളടുത്ത് തരിക. ബാക്കിയുള്ള കാര്യത്തിലൊന്നും ആരും ബേജാറാ